കന്യാസ്ത്രീകൾ ഹൈക്കോടതിയിലേക്ക് ജാമ്യാപേക്ഷയുമായി പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് നാളെ ആയിരിക്കും. അവർക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ നിന്നുള്ള അഭിഭാഷകൻ ഹാജരാകുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. അതോടൊപ്പം തന്നെ റായ്പൂരിലെ മുതിർന്ന അഭിഭാഷകരും കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരാകും. അനൂപ് ദാസ് ഛത്തീസ്ഗഡിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അനൂപ്, ഈ കഴിഞ്ഞ ദിവസം തന്നെ കോൺഗ്രസ് പറഞ്ഞിരുന്നു ആവശ്യമെങ്കിൽ ഡൽഹിയിൽ നിന്ന് മുതിർന്ന അഭിഭാഷകരെ എത്തിക്കാം, സെഷൻസ് കോടതിയിലേക്ക് ഇവരെ വേണമെങ്കിൽ എത്തിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആവശ്യമില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തുകയായിരുന്നു. അവിടെയുള്ള BJP നേതാക്കൾ അടക്കം അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ മുതിർന്ന അഭിഭാഷകർ അനിവാര്യമാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്. അതെ, ഇവിടെ സെഷൻസ് കോടതിയിൽ കേസ് പരിഗണിച്ചപ്പോൾ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ ആൾ സജീവ BJP പ്രവർത്തകൻ കൂടിയായിരുന്നു. ആ ആളെ തിരഞ്ഞെടുക്കാനുള്ള കാരണം അനൂപ് ആന്റണിയുടെ ഇടപെടൽ കൂടിയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും സെഷൻസ് കോടതിയിൽ കനത്ത തിരിച്ചടി ഏറ്റതിന് പിന്നാലെയാണ് ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ അഭിഭാഷക സംഘത്തെ മാറ്റണമെന്നും ഒരുപക്ഷെ ഡൽഹിയിൽ നിന്നുള്ള ഒരു മികച്ച അഭിഭാഷകൻ വന്നാൽ ഈ കാര്യങ്ങളൊക്കെ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ സഭയ്ക്കും കന്യാസ്ത്രീകളുടെ കുടുംബത്തിനുമുണ്ട്. അതുകൊണ്ടാണ് ഡൽഹിയിൽ നിന്നുള്ള ഒരു സഹായം കൂടി സ്വീകരിക്കാം എന്ന് കരുതിയത്. എന്തായാലും ആ അഭിഭാഷകന്റെ പേര് ഇപ്പോൾ തൽക്കാലം പുറത്തുവിടേണ്ടതില്ല എന്നാണ് അവരുടെ ബന്ധുക്കൾ, കന്യാസ്ത്രീകളുടെ ബന്ധുക്കൾ അറിയിച്ചത്. ഈ ചർച്ചകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഡൽഹിയിലെ അഭിഭാഷകരുമായിട്ടും ഒപ്പം തന്നെ ഛത്തീസ്ഗഡ് റായ്പൂരിലെ പ്രധാനപ്പെട്ട ചില അഭിഭാഷകരുമായിട്ടും ചർച്ചകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ കേസിന്റെ ഫയലിൽ ഇന്ന് ലഭിക്കും. അത് ലഭിച്ചതിനു ശേഷം റായ്പൂരിൽ എത്തിച്ച് നാളെ ജാമ്യ ഹർജി ഫയൽ ചെയ്യാനാണ് ഇപ്പോഴത്തെ തീരുമാനം. അനൂപ്, ഇപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. പല ചോദ്യങ്ങളിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു മാറി. പക്ഷെ അദ്ദേഹം ഇങ്ങോട്ട് ചോദിച്ച അല്ലെങ്കിൽ കോൺഗ്രസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇവിടെ നിന്ന് കേരളത്തിൽ നിന്നുള്ള UDF MPമാർ ആഭ്യന്തരമന്ത്രിയെ കാണുന്നു, അവിടെ നിയമസഹായവുമായി മുന്നോട്ട് പോകുന്നു, കന്യാസ്ത്രീകൾക്കൊപ്പമുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഛത്തീസ്ഗഡിലെ പ്രതിപക്ഷമായ കോൺഗ്രസ് MLAമാർ, രാജ്യസഭയിലെ MPമാർ എവിടെ എന്നൊരു ചോദ്യം ജോർജ് കുര്യൻ ചോദിക്കുന്നുണ്ട്. 35 MLAമാരുണ്ട് ഛത്തീസ്ഗഡിൽ കോൺഗ്രസിന്. അവരിൽ ആരെങ്കിലും ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ടോ അനൂപ്? ഛത്തീസ്ഗഡിന്റെ മുൻ മുഖ്യമന്ത്രി, മുന്നെന്ന് പറയുമ്പോൾ ഒരുപാട് മുന്നല്ല, ഒരു വർഷം മുൻപ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായിരുന്നത് ഭൂപേഷ് ബാഗേലാണ്. അദ്ദേഹം ഇവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലത്തെത്തി സമരം നടത്തിയതിനു ശേഷമാണ് കേരളത്തിൽ നിന്നുള്ള MPമാരെ, കോൺഗ്രസിന്റെ MPമാരെ, NK പ്രേമേന്ദ്രൻ ഉൾപ്പെടെയുള്ള MPമാരെ അവിടെയുള്ള വനിതാ ജയിലിലേക്ക് കടത്തിവിട്ടത്. കോൺഗ്രസിന്റെ MPമാർ ഉൾപ്പെടുന്ന സംഘം ഇവിടേക്ക് വന്നപ്പോൾ അകത്തേക്ക് കയറ്റി ആളുകളെ, കന്യാസ്ത്രീകളെ കാണിക്കാൻ കഴിയില്ല എന്ന നിലപാടായിരുന്നു ജയിൽ അധികൃതർ സ്വീകരിച്ചത്. കാരണം ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ആരെയും അനുവദിക്കില്ല. എന്നാൽ അനുവദിക്കണം, ഇത് പ്രധാനപ്പെട്ട കേസാണ്, ഇത് കേരളത്തിൽ സജീവ ചർച്ചയാവുന്ന വിഷയമാണ്, മനുഷ്യാവകാശ പ്രശ്നമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഭൂപേഷ് ബാഗേൽ നേരിട്ട് രംഗത്ത് വന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇവരെ അകത്തേക്ക് കയറ്റിവിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ സമരമിരിക്കുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് അകത്തേക്ക് കയറ്റിവിട്ടത്. ഈ സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവ് ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ട്, ഇരകൾക്ക് വേണ്ടി ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മന്ത്രി ജോർജ് കുര്യൻ പറയുന്ന കാര്യത്തിൽ യുക്തിയില്ല എന്നാണ് എനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം.